ഇന്ന് വരെയും ദൈവം നിങ്ങൾക്ക് നല്ലവനായിരുന്നു, എനിക്ക് നല്ലവനായിരുന്നു. ആമേ, നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഗോഡ് ഈസ് സോ ഗുഡ്. ദൈവം നമുക്ക് നല്ലവനാണ്. ആമേ, ഒരുപാട് പരാജയങ്ങളും ബലഹീനതകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിരുന്നൊക്കെയും ദൈവം നമ്മെ സ്നേഹിച്ച് ഇന്നയോളം നടത്തിയ ദൈവ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ ദിവസങ്ങളിൽ മിക്ക സഭകളിലും ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്ന ദിനങ്ങളാണ്. ഞങ്ങളെ കഴിഞ്ഞ ദിവസങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു 4-5 ദിവസം ക്രിസ്മസ് ഒരു കരോൾ എന്ന രീതിയിൽ ഒരു ആത്മീയ പ്രോഗ്രാം നടത്തി. 100-200-ലധികം ഭവനങ്ങൾ ഞങ്ങൾ സന്ദർശിച്ച് ബൈബിളും ട്രാക്റ്റുകളും സീഡ്സും ഒക്കെ കൊണ്ടു കൊടുക്കാൻ ഇടയായി. നമുക്കറിയാം, നാട്ടിലൊക്കെ കരോൾ നടത്തുന്നതെല്ലാം പൈസ വാങ്ങാനാ. ഞങ്ങൾ ആരെയും പൈസ വാങ്ങാതെ ഈ കാര്യങ്ങൾ ചെയ്തു. എല്ലാവർക്കും വളരെ സന്തോഷമായി. ഞങ്ങളെ ഇതിന് പ്രചോദനം നൽകിയത് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഞങ്ങൾ 2 ദിവസക്കാലം ചെയ്തിരുന്നു. അന്ന് അവിടെ നല്ല റെസ്പോൺസ് കിട്ടിയത് കൊണ്ട് ഈ വർഷം ചെയ്യണമെന്ന ആഗ്രഹത്തിൽ 4 രാത്രിയിലും 1 പകലും ഞങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് ഈ സഭക്കാർ ആൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാം, ഞങ്ങളെ അറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ നാളിലൊക്കെ ഞങ്ങൾ കടന്നുപോയ പാതകൾ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ സഭായം കഴിഞ്ഞു, ഞങ്ങൾ വളരെ ക്ഷീണിതരായിട്ടൊക്കെ വന്നിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. ഞാനും അതൊക്കെ തന്നെ. സമയം കഴിഞ്ഞാൽ ഊണും കഴിഞ്ഞാൽ വന്ന് അല്പം റെസ്റ്റ് എടുക്കുന്ന ഉണ്ട്. എങ്കിലും ഇന്ന് പകലിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ, ഇന്ന് ഇവിടെ പകലാണ്, നിങ്ങൾക്ക് രാത്രിയാണ്. വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തോട് വളരെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ പ്രിയമ്മനോട് ഞാൻ എന്താ ഷെയർ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരുപാട് വചനം കേട്ടവരാ. എത്രയോ ദൈവദാസന്മാരുടെ വചനം കേട്ട് 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 നമ്മൾ തഴമ്പിച്ച് കിടക്കുന്ന ആൾക്കാരാ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അറിയാവുന്നവരെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പഴയ ഫേസ് ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ ജോസഫ് ബ്രദറിനെ നോക്കി ചിരിക്കുന്നു. അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അറിയാവുന്നയാളാണ്. അതുപോലെ നമ്മുടെ ജയ് ബ്രദർ, പലരും ഉണ്ട്, സാം ബ്രദർ, ഇവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ദൈവമക്കളെ, ദൈവവചനം വായിക്കുമ്പോഴും ഗ്രഹിക്കുമ്പോഴും എപ്പോഴും നമുക്കൊരു പുതുമ അതിനകത്ത് കാണാൻ കഴിയും. മറ്റൊരു പുസ്തകം പോലെയല്ല. മറ്റൊക്കെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വഴി നമ്മൾ എടുത്തതുകൂടെ കളയും. എന്നാൽ ദൈവം എന്ന ശ്രേഷ്ഠത ജീവനുള്ളതാണ്. ഇത് ചൈതന്യം വരുത്തുന്നതാണ്. എത്ര വായിച്ചാലും ഗ്രഹിച്ചാലും അതിന്റെ ആത്മീയ അർത്ഥങ്ങൾ നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്തതുപോലെ അത്ര വിശാലമാണ്. അതിൽ നിന്ന് ധ്യാനിക്കുന്നതും പഠിക്കുന്നതും അത് ജീവിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഒരിക്കലും ദേവദാസന് ഒരു മീറ്റിംഗിൽ സംബന്ധിച്ചു. അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റു. തന്നെ ഈ ബൈബിളുണ്ട്. ഓഡിയൻസിനോട് ചോദിച്ചു, എന്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് അറിയാമോന്ന് ചോദിച്ചു. ഉടനെ എല്ലാവരും പറഞ്ഞു, ബൈബിളാന്ന് പറഞ്ഞു. എന്നാൽ ബൈബിൾ പറഞ്ഞാൽ അർത്ഥം എന്താ? അപ്പം ഓഡിയൻസ് പറഞ്ഞു, തിരുവെടുത്ത്, ന്യായപ്രമാണം, പിന്നെ രാജീകരണം, ഇങ്ങനെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം, ചട്ടങ്ങള്, നിയമങ്ങള് അറിയാമല്ലോ. എത്രയോ പേരുകളിലാ നമ്മുടെ സത്യവേദ ഗ്രന്ഥം, ഇതെല്ലാം പറയാൻ പറയും. ഉടനെ ആ ദൈവദാസൻ പറഞ്ഞ അതിന് റിപ്ലൈ അതെന്നെ വളരെ ചിന്തിപ്പിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബൈബിൾ എന്ന് പറയുമ്പോൾ BIBLE എന്ന ഒരു 5 അക്ഷരങ്ങളാണ്. അദ്ദേഹം ഒരു പറഞ്ഞ ഡെഫിനിഷൻ ഉണ്ട്: ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ ലീവിങ് എർത്ത്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പേ ആത്മീയ ജീവിതം നയിച്ച് സ്വർഗത്തിലെത്താനുള്ള ബേസിക് ഇൻസ്ട്രക്ഷനാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ കേട്ടോ, ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞ ഡെഫിനിഷനാണ്. ഇതാണ് ബൈബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവമക്കൾ സഭായത്തിലായാലും ഉപവാസപ്രാർത്ഥനയ്ക്കായാലും കോട്ടയം മീറ്റിങ്ങിനായാലും ഇൻസ്ട്രക്ഷൻ കുറച്ച് കേൾക്കുന്നുണ്ട്. അല്ലേ? ഈ ഇൻസ്ട്രക്ഷൻ കേട്ടിട്ട് എത്രമാത്രം നമ്മൾ ലൈഫിൽ പ്രയോജനപ്പെട്ടു എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. നമുക്കറിയാം, ഒരു വർഷത്തിന്റെ എന്തൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കഴിഞ്ഞ വർഷം എങ്ങനെ ഇരുന്നു, നമ്മുടെ ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം, കുടുംബജീവിതം എല്ലാം എങ്ങനെ ഇരുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആ ഇൻസ്ട്രക്ഷൻ പലതും നമ്മളെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ റിന്യൂ ചെയ്ത് നമ്മൾ അനുഗ്രഹിക്കപ്പെടാനാ ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ നടത്തുന്ന ഈ ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഇന്ന് 3-ാമത്തെ ദിവസമാണെന്നും 3-ാമത്തെ രാത്രിയിൽ എത്തിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് നമ്മുടെ പ്രാരംഭത്തിൽ ഓർപ്പിക്കാനുള്ളത്, അപ്പോസ്തലനായ യോഹന്നാൻ ഗായോസോട് പറഞ്ഞൊരു വാചകനോട്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊരു വാചകമുണ്ട്. ഞാനും ഇന്ന് പ്രാരംഭത്തിൽ അതൊന്ന് പറയുക. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ശുഭത, സ്പിരിച്വൽ ബ്ലെസ്സിങ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ, ഫാമിലി എല്ലാം, അതുപോലെ നിങ്ങളുടെ
ഔദ്യോഗികം എല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അത് സ്വർഗത്തിൽ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ആത്മീയ ശുഭത മാത്രം പോരാ, ആരോഗ്യമില്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. ഇതെല്ലാം ദൈവം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ദൈവം ഒരുപാട് നമ്മൾ കേൾക്കുന്നവരാണ്. ഞാൻ പ്രാരംഭത്തിൽ ഒന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ഞാൻ കിടക്കാം. ദൈവം തന്നൊരു ആലോചന നിങ്ങളോട് അറിയിക്കാം. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വചനം, അത് ഇന്ന് സഭയിൽ നിങ്ങൾ കുറെ കേട്ട് കാണും അല്ലേ? സാക്ഷ്യം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു വാക്യം കാണാതെ പറഞ്ഞാൽ പോലും അതിനകത്തൂടെ ദൈവത്തിന് ആത്മാവിന് സംസാരിക്കാൻ എന്തുണ്ട്, ഒരു ദൈവവചനമുണ്ട്. ഞാൻ അമർത്ത പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനം, കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല. നമ്മൾ എപ്പോഴും ചിന്തിച്ചോണം. പലരുമൊക്കെ പറയുന്ന കാര്യം, കർത്താവ് ഇതൊന്നും അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അങ്ങ് ഭയങ്കര പ്രയാസമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് പ്രയാസമുള്ളതല്ല, വിദൂരമായുള്ളതല്ല. നിങ്ങൾ കേട്ടനുസരിക്കാൻ തക്കവണ്ണം അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ട് ആര് തരുമെന്ന് പറയത്തവണ്ണം സ്വർഗത്തിലല്ല. സമുദ്രം കടന്ന് ഭൂമിയുടെ അറ്റത്ത് ആര് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ സമുദ്രം അക്കരയല്ല. അതെന്താണ്? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു എന്നൊരു വചനം ആവർത്തന പുസ്തകം മോശയെ കൂടെ പറഞ്ഞിട്ട് നാം റോമാലേഖനത്തിൽ വായിക്കുന്ന അതേ വാക്യം ഉദ്ധരിച്ച് പൗലോസ് പറയുന്നു, വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. ഈ വചനം കേട്ടിട്ട് ഒരു വ്യക്തി കർത്താവിനെ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയും എന്ന് അവിടെ നമ്മൾ വായിക്കാനും പഠിക്കാനും ഇടയാകും. അതോടൊപ്പം തന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇവിടെ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ അത് ഇൻട്രഡക്ഷൻ ആകട്ടോ. അവിടെ വായിക്കുന്നു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ കേട്ട് എന്റെ വഴികളിൽ നടന്ന് എന്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമുള്ളത് ചെയ്താൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ ദാവീദിനെ പണിതതുപോലെ നിനക്കൊരു സ്ഥിരമായൊരു ഗൃഹം പണിയും എന്നും ഇസ്രായേലിനെ നിനക്ക് തരും എന്നും ദൈവം അരുളി ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. 1, വചനം കേൾക്കുക. 2, കേട്ടതനുസരിച്ച് അത് നടക്കുക. നടക്കുന്നതനുസരിച്ച് അത് ഒബേ ചെയ്യുക. അതോടൊപ്പം തന്നെ അത് പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്താൽ ഐ വിൽ ബി വിത്ത് ദീ, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കണം. ആമേൻ. നമുക്കറിയാം, ക്രിസ്മസിന് കേട്ടൊരു വാക്യമുണ്ട്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നൊരു പദം നമ്മൾ ഈ ക്രിസ്മസ് ദിനത്തിലൊക്കെ കേട്ട വാക്യമാണ്. ദൈവം നമ്മോട് കൂടെ ഇരിക്കണം. നമ്മോട് കൂടെ ഇരുന്നാൽ ദൈവം നമുക്ക് ഒരു വീട് പണിയും. ഏത് വീടാ? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞങ്ങൾ ആസ്ട്രേലിയയിൽ ചെന്നു, വളരെ കഷ്ടപ്പെട്ട് ജോലിയാക്കി എടുത്ത് പൈസയൊക്കെ ഉണ്ടാക്കി വീടൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇതൊക്കെ പ്രവാസകാലമാണ്. നമ്മൾ പരദേശികളാ. നമ്മുടെ വീട് ഇവിടെ ഒന്നുമല്ല കേട്ടോ. നമുക്ക് വേണ്ടി ഒരുക്കുന്നൊരു നിത്യനാടുണ്ട്, അത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലെ പണി തീർന്നാൽ നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. ആമേൻ. നമുക്ക് ഒരുങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവന പത്രോസിന്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഈ സൂമിലായതുകൊണ്ട് ഞാൻ തന്നെ വായിച്ചേക്കാം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹവുമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വിശുദ്ധ വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ദൈവമളെ, ഈ വാക്യത്തിൽ നിന്ന് ചില ദൈവിക ചിന്തകൾ നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ദൈവം ഞാൻ ശരണപ്പെടുകയാണ്. 1-ാമത്തെ കാര്യം, പത്രോസ് എന്തുകൊണ്ട് ഇത് എഴുതി, ആർക്കെഴുതി, ആമേൻ, എപ്പോൾ എഴുതി, അതിന്റെ പ്രയോജനം എന്താ ഒന്ന് ചിന്തിക്കും. നല്ലതാ. നമുക്കറിയാം, AD 64-65 കാലയളവിൽ പത്രോസ് റോമിലായിരിക്കുമ്പോൾ
നാം മനസ്സിലാക്കുന്നു ബിദുനിയ, ഗലാത്യ, പിന്നെ പന്തോസ്, കപ്പദോക്കിയ, ആസിയ, ഈ ദേശങ്ങളിൽ ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുകയാണ്. അവരെ പ്രബോധിപ്പിക്കുകയാണ്. അവരോട് പറയുന്നു, പ്രിയ ദൈവമക്കളെ, കർത്താവ് ദയാലുവാണെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ യു ആർ ടേസ്റ്റഡ് ദാറ്റ് ദ ലോർഡ് ഈസ് ഗ്രേഷ്യസ്, അല്ലെങ്കിൽ ലോർഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണ്. ഇന്ന് സന്ധ്യയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നല്ലവനാണ്? നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എനിക്ക് നല്ലവനാണ്. ആമേൻ. നിങ്ങൾക്ക് ദൈവം നല്ലവനാണ്. നമുക്ക് ധൈര്യത്തോടെ പറയാം, ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ല ദൈവമാണ്. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞ എത്രയെത്ര അനുഭവം നമ്മുടെ ജീവിതയാത്രയിലുണ്ട്. അവിടെ വായിക്കുന്ന, നിങ്ങൾ കർത്താവ് ദയാലുവാണെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടില്ലേ? ഉണ്ടോ ദൈവമക്കളെ? നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ദൈവമാണെന്ന് ആസ്വദിച്ചിട്ടുണ്ടോ? എത്ര പ്രാവശ്യം ആസ്വദിച്ചിട്ടുണ്ട്? അതുകൊണ്ടല്ലേ ഇന്നും നമ്മൾ നിലനിൽക്കുന്നത്. ആമേൻ. ദാവീദ് പറഞ്ഞൊരു വാക്യമുണ്ട്, കർത്താവ് നല്ലവനെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? രുചിച്ചറിയ, ടേസ്റ്റ് ചെയ്യണം. ഞാനിങ്ങനെ ഓർപ്പിക്കാറുണ്ട്, നമ്മൾ കേട്ട അറിവുകൾ കുറെ കിടപ്പുണ്ട്, കണ്ട അറിവുകൾ കുറെ ഉണ്ട്, തൊട്ട അറിവുകളുണ്ട്, പക്ഷെ അനുഭവിച്ചറിയുമ്പോഴുണ്ട്. അതിൽ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ നമ്മൾ അനുഭവിച്ചറിയുന്ന അറിവുകളാണ്. ആമേ. പലപ്പോഴും അനേകർ പറഞ്ഞു, ദൈവം നല്ലവനാ, നമ്മുടെ ദൈവം നല്ലവനാ, നമുക്ക് എന്താ ഗുണമെന്താ? പല കാര്യം നമ്മൾ കേട്ടു. എത്രയോ ജീവനക്ക് ദൈവം നല്ലവനാ. അത് കേട്ടതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ അനുഭവിച്ചറിയുവാൻ, അനുഭവമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഭവിച്ചറിഞ്ഞാൽ ഒരിക്കലും ദൈവം മുന്നോട്ട് പോവുകയില്ല. അവൻ എന്ത് കഷ്ടം വന്നാലും, നഷ്ടം വന്നാലും, പ്രതികൂലം വന്നാലും ആ കൃപയിൽ അന്ത്യത്തോളം നിൽക്കും. അവനെ ആ കൃപയിൽ നിന്ന് മാറ്റുവാൻ ഒരന്ധകാര വ്യാപാര ശക്തിക്ക് കഴിയത്തില്ല. കർത്താവിന്റെ കൂടെ ഇരിക്കും. ആമേ. ഈ സഭയിലുള്ള ദൈവമക്കൾ, ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ കർത്താവിനെ നന്നായി അനുഭവിച്ച് അറിഞ്ഞ ദൈവമക്കളാണ്. ആമേ. എൻ്റെ ജീവിതയാത്രയിലും എനിക്ക് കർത്താവിനെ നന്നായി അനുഭവിച്ച് എത്രയോ വിഷയങ്ങളിൽ അറിയാനുള്ള ഭാഗ്യം ലഭിച്ചു. ഇന്നും അത് ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിനെ മഹത്വം കരയറ്റുകയാണ്. ദൈവം ഓർക്കുക, ഇവിടെ പത്രോസ് പറയുന്നു, നിങ്ങൾ കർത്താവ് ദയാലുവൻ നിങ്ങൾ ആശ്രയിക്കുന്നത്. ഇനി നമുക്ക് പത്രോസ് അങ്ങോട്ടേക്ക് ചോദിക്കാം, പ്രസംഗനോട് ചോദിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വായിക്കാറുണ്ടല്ലോ, ഒരു വെള്ള ചൂണ്ടലും 4 വെള്ളം നമ്മുടെ നേരെ നമ്മൾ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പത്രോസോട് ചെയ്യണം, പത്രോസെ, കർത്താവ് ദയാലു നീ ആസ്വദിച്ചിട്ടുണ്ടോ? എത്ര എക്സാമ്പിൾ പത്രോസ് പറയാനായിട്ട് കഴിയും. ഈ ഒന്നാമത്തെ ഇതിലെ 105 വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ആമേ. അത് എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മൾ ആത്മീയ വിശുദ്ധി, സാങ്ക്ടിഫിക്കേഷൻ സ്പിരിറ്റ് എന്ന ഈ ഒന്നാമത്തെ അധ്യായം കൊണ്ട് പത്രോസ് ആഗ്രഹിച്ചത്. ആമേ. പത്രോസ് എത്രയോ പ്രാവശ്യം കർത്താവ് ദയാലുവാണെന്ന് ആസ്വദിച്ച അനുഭവ ജീവിതത്തിന്മേലുണ്ട്. നമുക്കറിയാം, പത്രോസിനെ ആദ്യം കൊണ്ട് ബെത്സയിദക്കാരനായ പത്രോസിനെ, അല്ലെ ശിമോനെ ആദ്യം കൊണ്ട് അന്ത്രയോസ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല, അതുപോലെ മടങ്ങിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യം യേശു അവനെ തേടി, അവൻ വല വീശുന്ന പടകിന്റെ അടുക്കൽ വന്നു. ആ പടകിലേക്ക് കയറി ഉപദേശത്തെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് കർത്താവ് പറയുന്നു, പത്രോസേ, നീ പടകിന്റെ വലത്തുഭാഗത്തൊന്ന് വല വീശി നോക്കിയേ. ഇവൻ പറയുന്ന കർത്താവേ, രാത്രി മുഴുവൻ ഞങ്ങൾ ഒന്നും കിട്ടിയില്ല കേട്ടോ. നമ്മൾ പലപ്പോഴും നമ്മുടെ അനുഭവം അങ്ങനെ അല്ലേ? ദൈവമക്കളെ, നമ്മൾ ഓർത്തണം, കർത്താവിനെ കൂടാതെയുള്ള യാത്രകൾ, കർത്താവിനെ കൂടാതെയുള്ള അധ്വാനം, കർത്താവില്ലാത്തൊരു ജീവിതം നമുക്ക് ശൂന്യമാ, സീറോയാ. കർത്താവുണ്ടോ ഒന്നുമില്ലെങ്കിലും ആ സ്ഥാനം നമ്മളെ ഹീറോയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു കർത്താവ് ഉള്ളതോർത്ത് ഇന്ന് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം കരയറ്റുകയാ. പത്രോസിന്റെ പടക് വിട്ടുകൊടുക്കാനും ആ വാക്കനുസരിക്കാനും പത്രോസ് താല്പര്യം കാണിച്ചപ്പോൾ ചിന്തിക്കുക, നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളൊക്കെ ഒന്ന് പുറകോട്ടിറങ്ങി തിരിച്ച് ചിന്തിച്ചു നോക്കിയാട്ട്, ആർക്കുമില്ലാത്ത അനുഭവങ്ങൾ, ആർക്കുമില്ലാത്ത ചില വിടുതലുകൾ, ആർക്കുമില്ലാത്ത ചില രോഗസൗഖ്യങ്ങൾ ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ഒന്ന് നന്ദി പറയാനായിട്ട് കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ആമേ. എൻ്റെ 2 കാലിനും ഓപ്പറേഷൻ കഴിഞ്ഞതാ. 21 കൊല്ലത്തിന് മുമ്പ് ഒരു ഹിപ്പ്, റൈറ്റ് ലെഗിന്റെ ഹിപ്പ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അന്നത്തെ ഡോക്ടർ പറഞ്ഞു, മാക്സിമം ഒരു 15 കൊല്ലം ഇത് കാണും. അത് കഴിയുമ്പോൾ വീണ്ടും എഗെയിൻ ഇത് എന്ത് ചെയ്യണം, റീ ഓപ്പറേഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരാം. ഞാൻ സന്തോഷം പറയാം, 22ാമത്തെ വർഷമായിപ്പോൾ.
ഇന്നുവരെയും ദൈവം എന്നെ സൂക്ഷിച്ചു. ആമേൻ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കൃപ ഓർത്ത് ഞാൻ നന്ദി കരയറ്റുണ്ട്. രണ്ടാമത്തെ, ഇടത്തുകാലിന്റെ മുട്ടിന് നീ ജോയിന്റ് ആണ് ഈ പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞത്. ഇപ്പം ആദ്യം നാളൊന്നും ആയില്ല. എങ്കിലും ഇത് വെച്ചുകൊണ്ട് ആമേ ഓരോ ദിവസവും കിലോമീറ്റർ നടന്ന് കർത്താവിന്റെ വേലയ്ക്ക് പോകുവാൻ ഭാഗ്യം തരുന്നു. ഞാനും നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കണ്ടേ. ആമേ, എന്റെ ആയുഷ് ദൈവത്തിന്റെ ദാനമല്ലേ, നിങ്ങളുടെ ആയുഷ് ദൈവത്തിന്റെ ദാനമല്ലേ. എത്രയോ പ്രാവശ്യം സാത്താൻ നമ്മളെ തകർത്തുകളെ പദ്ധതി ഇട്ടു, നമ്മൾ മുടിഞ്ഞു പോയില്ലല്ലോ. പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ആ സഹോദരി പറഞ്ഞു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിന്റെ ദയയാണെന്ന്. ഇല്ലേ? ആമേ, ദൈവത്തിന്റെ ദയയല്ല ഇന്ന് വരെ നിന്നത്. എത്ര പേർക്കൊന്ന് വാ തുറന്ന് ദൈവത്തിന് നന്ദി കരയാൻ കഴിയും? ദൈവമേ, നമ്മളിങ്ങനെ നിന്ന് അതല്ല, ദൈവം നിർത്തിയതാ. ഇല്ലേ? ദൈവം നിർത്തിയതാ. ദാവീദ് ഒരിക്കൽ നാദം പ്രവാചന ശബ്ദമൊക്കെ കേട്ടിട്ട് അകത്ത റൂമിൽ ചെന്നിട്ട് മുഴങ്കാൽ മടക്കി ദൈവസ്ഥലം ഇരുന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എന്റെ ഗ്രഹവും എന്തുള്ളൂ. അത് പോരായെന്ന് തോന്നിയിട്ട് ദൈവം എന്നെ കുറിച്ചും എന്റെ തലമുറയെ കുറിച്ചും ഒക്കെ വ്യക്തമായി അരുളപ്പാട് അറിയിച്ചല്ലോ എന്ന് പറഞ്ഞ് ദൈവസ്ഥാനം ദൈവത്തിന് മഹത്വം കരയറ്റിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഇതല്ലേ പറയാനുള്ളൂ. നിന്നതല്ല, ദൈവം നിർത്തി. മുടിഞ്ഞു പോകേണ്ട അനേക സ്ഥാനങ്ങളില് നമ്മുടെ പുറകോട്ടുനിന്ന് നമ്മളെ അടയ്ക്കുന്ന പുറകോട്ടത്തിന് ചിന്തിക്കുന്ന നല്ലതാ. ആമേ, കൊണ്ടുവന്ന വഴികൾ, നടത്തിയത്, ചെയ്ത ഉപകാരങ്ങൾ, ആമേ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്, ആമേ, ചില മാരകമായ വിഷയത്തിൽ കൂടെ നമ്മൾ കടന്നുപോയ മുടിഞ്ഞു പോയി എന്ന് ലോകം വിധി എഴുതിയപ്പോൾ മുടിയാതെ നിന്നത് ദൈവത്തിന്റെ വലിയ കരുണ എന്ന് പറയാനല്ലാതെ പ്രിയമുള്ളവരെ ഒന്നുമില്ല എന്ന് ഞാൻ ദൈവ സ്നേഹത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. പത്രോസേ, നീ പിന്നെന്താ അനുഭവിച്ചത്? എന്താ? ആമേ, സഹോദരൻ പത്രോസ് നമുക്കറിയാം, വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവന്, മറ്റുള്ളവരെ കൂട്ട് മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ ശ്രേഷ്ഠതയില്ലെങ്കിലും ആത്മീയ വിഷയത്തിൽ അല്പം മുന്നേറ്റമുള്ളവനാ ഈ പത്രോസ്. അല്ലേ? നാം വായിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിന്ന് കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ പറഞ്ഞു, കർത്താവേ, എനിക്ക് വെള്ളത്തിൽ കൂടെ ഒന്ന് നടക്കണം. മറ്റാരും 11 തീരുമാനം അണങ്ങാതിരിക്കണം. ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം, കർത്താവ് നടക്കണമെന്നേ. നടന്നു. പക്ഷേ പ്രതികൂലം വന്നപ്പോഴും അവിടെയും മുടിഞ്ഞു പോകാതെ കർത്താവിന്റെ കരമാ. ഒപ്പം തന്നെയല്ലേ കർത്താവിനോട് ജീവൻ കൊടുക്കാനാണ് അങ്ങ് പരസ്യപ്രഖ്യാപനം ചെയ്ത വ്യക്തിയാ. സോദരൻ കർത്താവ് പറയുന്നു, നിങ്ങളെന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? ഉടനെ പറഞ്ഞു, ചാടി വീണ്, നീ ജീവന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവ എന്നൊക്കെ പറഞ്ഞ് അനവധി കാര്യങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു ആത്മീയ പ്രകൃതം എന്ന പരാജയപ്പെട്ടു പോയ അനേക അനുഭവങ്ങളുണ്ട്. മറ്റ് ശിഷ്യന്മാരെക്കാൾ പരാജയങ്ങൾ തന്നെ ജീവിതം സംഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. ആമേ, 2 വാളുണ്ട്, എടുക്കട്ടെ എന്ന് പറഞ്ഞു ചാടി വീണ് ഈ പത്രോശാന ഒരു വാളൊക്കെ എടുത്ത് ആരൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കുന്നത്. എന്തിനാണെന്നറിയാമോ? അവസരം കിട്ടിയാൽ അത് പ്രയോഗിക്കേണ്ടി വന്നു. അല്ലേ? ആമേ, നമ്മൾ വായിക്കുന്നു, മഹാപുരോഹിത ദാസനെയൊക്കെ വെട്ടി. പക്ഷെ എന്റെ ചിന്ത ഇങ്ങനെയാ, ഇവനെ കഴുത്ത് വെട്ടിയതാ. പക്ഷെ ദൈവം ഇത്തരം ദൂതന്മാരെ വാളിനെ ഇവിടെ തടഞ്ഞിട്ട് കാതർ താഴെ വീണു. അവിടെ ഒരു കൊലപാതകനായി, അപ്പോസ്തലൻ കൊലപാതകനായി മാറാതിരിക്കാൻ ദൈവം കൊടുത്ത കൃപ എത്രയോ വലുതാ. നിന്നോട് കൂടെ മരിക്കാൻ തയ്യാറാന്ന് പറഞ്ഞവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് എന്നാൽ അവനെ ഏറ്റുപറയിപ്പിച്ച് മടക്കി കൊണ്ടുവന്ന് ശുശ്രൂഷ ഏൽപ്പിച്ചവനാ നമ്മുടെ കർത്താവ്. അത് മാത്രമാണോ ഉയർത്തെഴുന്നേറ്റ കർത്താവ്? ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം ഇവൻ പറയുന്നു, നമുക്കറിയാം, മീൻ പിടിക്കാൻ 7 വരെയൊക്കെ കൂടി ഗ്രൂപ്പിനെ ഉണ്ടാക്കി മീൻ പിടിക്കാം. അവിടെയും കർത്താവ് വന്നിട്ട് ഇവനെ പഴയപടിയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറയട്ടെ, യേശുവിനെ നന്നായി രുചിച്ചറിഞ്ഞവനാ പത്രോസ്. ഒരിക്കൽ ഹെരോദാവിനെ കൊല്ലാനായിട്ട് പിടിച്ച് ജയിലിനുള്ളിലിട്ടു. നാളെ പ്രഭാതത്തിൽ കാണത്തില്ല. അന്ന് രാത്രി സുഖമാറ്റി ഉണർത്തിയിട്ട് നമ്മൾ വായിക്കുന്നു, പത്രോസ് എഴുന്നേൽക്ക്, ആമേ, ചെരുപ്പിട്, യാത്ര ചെയ്യ്, ആമേ എന്നൊക്കെ പറഞ്ഞവനെ ഉദ്യോഗിപ്പിക്കുന്നു. അത് നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ് പറയുന്നു, ഞാൻ ധാരാളമായി ദൈവകൃപ അനുഭവിച്ച് ടേസ്റ്റ് ചെയ്തവനാ. ഇന്ന് രാത്രി ദൈവമക്കളെ ചിന്തിക്കുക, നിങ്ങൾ എത്രമാത്രം ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ വിശ്വാസം തെറ്റിക്കാൻ ആർക്കും കഴിയത്തില്ല. അതേസമയം നിങ്ങൾ ഒരു അനുകരണമാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ഒപ്പിക്കാറുണ്ട്, 1ാമത്തെ തലമുറ അനുഭവത്തിൽ കൂടെ ഇറങ്ങിയവനാണ്, 2ാമത്തെ തലമുറ അനുകരിച്ചിറങ്ങിയവനാണ്, 3ാം തലമുറ അഭിനയമാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇന്ന് കാണുന്നില്ല അഭിനയമല്ലേ? സ്റ്റേജിൽ കിടന്നാ ചാട്ടം ചാടും. വല്ല ആത്മീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അവിടെ കിടന്ന് വേണേ തല്ലിഭാഷയും കൂടെ പറഞ്ഞ് ഞങ്ങൾ ബഹളം ഉണ്ടാക്കി എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ജീവിതാനുഭവത്തിൽ വരുമ്പോൾ അഭിനയമല്ല വേണ്ടത്, അനുകരിക്കുകയല്ല വേണ്ടത്, അനുഭവമുള്ള ദൈവമക്കളായിരിക്കണം.
എന്നാൽ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ ഇത് അരോചകമായി മാറിയിരിക്കുകയാണ്. ഇന്ന് പലർക്കും ബന്ധക്കോസ്താരെന്ന് പറയാൻ മടിയ. എന്താ? അവരാരോചകമാണ്. ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഞാനൊരു വിശ്വാസിയാ, ഞാൻ ഒരു ദൈവവൈതല, ഞാൻ കർത്താവിനെ എന്ന് ധൈര്യത്തോടെ പറയാൻ ഒരു ആത്മീയ അനുഭവം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. ഇവിടെ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഇന്ന് ഈ സഭയിലുള്ള ദൈവമോട് ചോദിക്കട്ടെ, നിങ്ങൾ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണോ? ടേസ്റ്റ് ചെയ്ത വ്യക്തിയാണോ? കർത്താവിനെ അനുഭവിച്ചറിഞ്ഞെങ്കിൽ അടുത്ത കുറെ ടേസ്റ്റ് കൂടെ നിങ്ങൾ ആസ്വദിച്ച് കാണണം. ഞാൻ അതിലേക്കൊന്ന് ഒന്നിട്ട് കാര്യം ഓർപ്പിക്കാം. നിങ്ങൾ എബ്രായ ലേഖനം എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, 6-ാമത്തെ അധ്യായമാണ്, അതിന് 4-5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം 4-5 വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും. അപ്പോൾ ചിന്തിച്ചാട്ട്, ഒരു കാലത്ത് അന്ധകാരത്തിലായിരുന്നു, പിശാച് നമ്മുടെ കണ്ണിനെ മൂടിയിരുന്നു, ഹൃദയം കഠിനപ്പെട്ടിരുന്നു, നമ്മൾ ദൈവത്തിലേക്ക് വന്നില്ല. അന്നത്തെ കാലത്ത് ഒരു സ്വർഗീയ പ്രകാശം നമുക്ക് ലഭിച്ചിട്ട് വായിക്കുന്നത് സ്വർഗീയ ദാനം ആസ്വദിച്ചു. ചില സ്വർഗീയ ദാനങ്ങൾ നമ്മൾ അനുഭവിച്ചെന്നേ. അത് ഒരു പക്ഷേ നിങ്ങൾ പറയും ഭൗതികമാണോ? അല്ല, ഭൗതികം ഉണ്ട് അതിന്റെ പുറകിൽ. പക്ഷെ ചില ആത്മീയതകൾ നിങ്ങൾ അനുഭവിച്ചു. സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തു. ദൈവമക്കളെ, ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞതല്ലേ? എന്നിട്ട് വായിക്കുന്നു, ദൈവത്തിന്റെ നല്ല വചനവും. നമ്മൾ ഭാഗ്യവാന്മാരല്ലേ വിളിക്കുമ്പോഴേ? ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഭാഗ്യമുള്ളവരല്ലേ? ഓരോ ദിവസവും എത്രമാത്രം ദൈവവചനം കേൾക്കാൻ അവസരം, ആരെല്ലാം മെസ്സേജ് കേൾക്കുവാൻ. ഞാൻ ചിലപ്പോൾ നമ്മുടെ 21 ദിവസം ഉപവാസപ്രാർത്ഥന നടന്നാൽ 42 മെസ്സേജുകൾ കുറഞ്ഞ് കേട്ടിരിക്കും. ഇനി ചിലർക്കൊക്കെയാണ് ഒരു മീറ്റിംഗിൽ തന്നെ 2-3 പേരും കാണും. അപ്പോൾ എത്ര മെസ്സേജാണ് നിങ്ങൾ കേൾക്കുന്നത്? ദൈവത്തിന്റെ നല്ല വചനം ആസ്വദിക്കുകയും പിന്നെ വരുവാണ്ട ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ ഇവിടെ എബ്രായത്തിൽ പൗലോസ് പറയുന്നു, പിന്മാറിപ്പോയാൽ അത് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക. അനുഭവിച്ചറിഞ്ഞ് ദൈവമക്കളെ അന്ത്യവരെ നിലനിൽക്കുക. വില കൊടുക്കേണ്ടി വരും. ഈ ആത്മജീവം എന്ന് പറഞ്ഞാൽ വിലയില്ലാത്ത ജീവിതമൊന്നുമല്ല. അത് നന്നായിട്ട് വില കൊടുക്കണം. വില കൊടുത്ത് ഇറങ്ങിയവരാ പലരും. ഞങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇത്രയും ഫ്രീഡം ഇല്ല. എൻ്റെ 6 മക്കളിൽ ഏറ്റവും ഇളയവനാ. ഞാനാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വിശ്വാസത്തിന് സ്റ്റെപ്പ് വെച്ചത്. അതിന്റെ വില നന്നായിട്ട് കൊടുത്തു. വീട്ടുകാരെല്ലാം ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. അത് കഴിഞ്ഞ് പള്ളിക്കാരുടെ എതിർപ്പായി. പള്ളിയിൽ നിന്നൊക്കെ പേര് വിട്ട് പുറത്താക്കി. എവിടെ കണ്ടാലും എന്ത് ചെയ്യാൻ, നമ്മളെ ആക്ഷേപിക്കുക, ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അന്നത്തെ കാലത്ത് ആൾക്കാർ കടന്നു വന്നു. അതെല്ലാം പള്ളിക്കാരനുണ്ടായതാ, ലോകക്കാരല്ല, പള്ളിക്കാരനുണ്ടായതാ. ഒരിക്കൽ പള്ളിക്കാരന് ഒരു വ്യക്തി, ഞങ്ങൾ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ബൈബിളൊക്കെ ഞങ്ങളുടെ കൂടെ വന്നാൽ, അന്നൊക്കെ പ്രായം കുറവാണല്ലോ, കൂടെ വന്നവന്റെ ബൈബിളൊക്കെ എടുത്ത് എറിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു, ഇങ്ങനെ പോയി. ഏതായാലും അവസാനം പറയട്ടെ, അദ്ദേഹം പന്തളത്തിനടുത്തൊരു പാടത്തേക്ക് പോയി ചാടി അവിടെ കടന്നു ചേർത്തു. രണ്ടാമതൊരു വ്യക്തി പള്ളി ട്രസ്റ്റ് ചെയ്യുക. അദ്ദേഹം എന്നാ ചെയ്തു, ഒരിക്കൽ ഞാൻ ബസ് കയറി അടൂന്ന് കോട്ടയത്ത് ഇറങ്ങി. കോട്ടയത്ത് വന്നപ്പോൾ ആ ബസ് സ്റ്റാൻഡിലിട്ട് പെന്തക്കോസിൽ പോയി വിശ്വാസി പോലെ തന്നെ എന്ത് ചെയ്തു, ദേഹോദരം ഏൽപ്പിച്ചില്ല, കുറെ ഇതൊക്കെ പ്രതിയൊക്കെ പറയുന്നു. നമുക്ക് എന്താ മിണ്ടാനാ, ഞാനൊന്നും മിണ്ടാതെ അടുത്ത ബസ്സിൽ ഞാൻ എറണാകുളത്തിനെ പറ്റി. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അടൂരിൽ യമുന ഹോട്ടലുണ്ട്. അതിന്റെ മുറിയിൽ ചത്തു കിടന്നത്. അവരെല്ലാം ലോകത്ത് പോയി. ഞാൻ പറയട്ടെ, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഞാൻ ഇന്ന് വരെയും നിലനിൽക്കുക. ദൈവത്തെ അനുഭവിച്ച നിങ്ങൾ നിലനിൽക്കുക. നമ്മൾ എന്തെല്ലാം അനുഭവിച്ചു? സ്വർഗീയ ദാനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, നല്ല വചനം ആസ്വദിച്ചു, ദൈവകൃപ വരുവാൻ ലോകത്തെ ശക്തി നമ്മൾ ആസ്വദിച്ചവരാ. പക്ഷെ ഒരു കണ്ടീഷൻ പൗലോസ് പറഞ്ഞ, പിന്മാറിപ്പോകരുത്. എനിക്ക് ദൈവമക്കളോട് ഓർപ്പിക്കാനുള്ളത്, പിന്മാറാകുന്ന അനേക സാഹചര്യങ്ങൾ മനുഷ്യത്തിൽ വന്നെന്നിരിക്കും. ഒരിക്കലും എബൌട്ട് ടേൺ തിരിഞ്ഞു പോകരുത്. മുൻപോട്ട് പോകുന്ന പാത അല്പം പ്രതികൂലമാണെങ്കിലും കഷ്ടമാണെങ്കിലും ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന പോലെ പോകാൻ സാധ്യതയില്ലെങ്കിലും പിന്മാറരുത്. പിന്മാറുന്നത് ദൈവത്തിന് എന്തല്ല, ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്.
ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം നമ്മൾ മുൻപോട്ട് ജീവിതയാത്ര ചിന്തിക്കുന്ന എന്റെ സിസ്റ്ററിൽ എന്തോ ഇച്ചിരി പ്രോബ്ലം ഞാൻ കാണുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കാര്യം ഉയർത്തുക. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ എന്തോ സിസ്റ്റത്തിൽ ഒരു എന്തോ അപാകത വന്നായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ദൈവത്തെ അനുഭവിച്ച ദൈവമക്കൾ ആസ്വദിച്ചവരാ. എന്തോന്ന് ആസ്വദിക്കുന്നുണ്ട്? ആമേൻ. ദൈവത്തെ ശക്തി ആസ്വദിച്ചവരാ. വരാൻ പോകുന്ന ലോകം എന്താന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ആസ്വദിച്ച് വന്നവരാ. അതുകൊണ്ട് പത്രോസോട് ഓർപ്പിക്കുന്നത് യേശു ക്രിസ്തു ആരാണ്? ദയാലുവാണെന്ന് നിങ്ങൾ ആസ്വദിച്ചില്ലേ? ആമേൻ. ദൈവത്തെ ദയത്തല്ലേ? ദയുള്ളവനാ, കരുണയുള്ളവനാ. ദൈവം ആരാണ്? മനസ്സിലുള്ള ദൈവമാ. ദൈവം വിശ്വസന, ദീർഘക്ഷമയുള്ളവനാ. ഞാൻ ഇങ്ങനെ തന്നെ പറയും, സ്നേഹം എന്ന നദിയുടെ 5 ശാഖകളാ ഈ നമുക്കിത് ഒഴുകി നൽകിയിരിക്കുന്നത്. സ്നേഹം എന്ന വലിയൊരു നദി. ദൈവമാണ് സ്നേഹം, അല്ലെ? ഗോഡ് ഈസ് ലവ് എന്ന് നമ്മൾ പറയും. ആ സ്നേഹമാകുന്ന നദിയുടെ 5 ബ്രാഞ്ചസ് ആണ് ഏത്? നമ്മൾ അനുഭവിക്കുന്ന ദയയും കരുണയും വിശ്വസ്തതയും ദീർഘക്ഷമയും മഹാദയും എല്ലാം നമ്മൾ അനുഭവിക്കുന്നത് ആ സ്നേഹം നദിയിൽ നിന്ന് ഒഴുക്കി തന്നതാണ്. ഇത് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഇവിടെ ദൈവദാസ ഓർമ്മപ്പെടുത്തുന്ന അടുത്ത ചിന്തയെന്ന് പറയുന്നത്, കർത്താവിനെ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ ആസ്വദിച്ച ദൈവമക്കളാ. ആസ്വദിച്ച ദൈവമക്കളോട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്ന കാര്യം നോക്കിയാട്ട് അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം ഓർപ്പിക്കുന്നു, ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അടുത്ത വാക്യം നമ്മളിങ്ങനെയാ വായിക്കുന്നത്, കർത്താവ് ദയാലുവെന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും, മനുഷ്യർ തള്ളിക്കളഞ്ഞതാ. അറിയാ, ഈ കർത്താവിനെ തള്ളിക്കളഞ്ഞതാണ്. കർത്താവിനെ തള്ളിയ ലോകം നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ തള്ളിക്കളയും ആൾക്കാർ. ഒറ്റയ്ക്കൊക്കെ വിശ്വാസി വന്ന ആൾക്കാര് വളരെ പ്രതികൂലമായി നമ്മളെ തള്ളിക്കളഞ്ഞിരിക്കും. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമുള്ള ജീവനുള്ള കല്ലായ അവരുടെ അടുക്കിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ചു. നമ്മുടെ ഒരു ദിവസം ചാടിക്കറി ഇങ്ങനെ ഓടി വന്നതൊന്നുമല്ല. പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങളെ വെട്ടിയെടുത്ത കന്യഗർഭത്തിലേക്ക് ഊഴ്ചാത്ത പാറയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണം. ഒരു കാലം നമ്മൾ എവിടെയായിരുന്നു? ഓടി യോഗ്യതയില്ലാത്തവരാ. നമ്മുടെ ദേശത്ത് നമ്മുടെ ഭവനം എത്രയോ പേര് നമ്മളെക്കാൾ മാന്യന്മാരുണ്ട്. അവരെ ഒന്നും തെരഞ്ഞെടുക്കാതെ നമ്മളെ തെരഞ്ഞെടുത്ത് ദൈവം കൊണ്ടുവന്നു. അതൊരു വലിയ ദൈവകൃപയാകട്ടോ. നിസ്സാര കാര്യമല്ല. ഏറ്റവും ദൈവം തന്ന ഒരു ദൈവത്തിന് വലിയ കൃപയാ നമ്മൾ അനുഭവിപ്പാനായിട്ട് ദൈവം കൃപ നൽകിയത്. അതുകൊണ്ട് ദൈവമക്കൾ ശ്രേഷ്ഠവും മാന്യതയുമുള്ള കല്ലായ, നമുക്കറിയാം യേശുക്രിസ്തുവിനെ ബൈബിളിനകത്ത് അനേക ഭാഗങ്ങൾ വായിക്കുന്നു. ഈസ് എ സ്റ്റോൺ, മൂലക്കല്ല്, സഭയുടെ മൂലക്കല്ല്, അല്ലേ? നമ്മള് ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ കുറെ പാറകൾ നമുക്ക് കാണാൻ കഴിയും. അവരെ അനുഗമിച്ച ആത്മീയ പാറ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്, ഹോരേബിൽ അടിച്ച് വെള്ളം കിട്ടിയ പാറ, അതുപോലെ കാദേശ് പറഞ്ഞതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ കല്ലായന്റെ അടുക്കലേക്ക് നമ്മൾ വന്നു. വെറുതെ ചാടി കയറി ഒരു ദിവസം അങ്ങ് വന്നതല്ല. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടാ വന്നത്. അത് നമ്മൾ മറക്കരുത്. പത്രോസ് ഈ അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും പിന്നെ അസൂയം എല്ലാ നുണയും നീക്കിക്കളഞ്ഞെന്ന്, അല്ലേ? നമ്മളതിനെ എന്ത് ചെയ്തു? അതിനെ എന്ത് ചെയ്യാ? അതിനെ ദൂരെ കളഞ്ഞു. ഇതാ ഒന്നാമത് ഈ മൂലക്കല്ലിന്റെ അടുക്കിലേക്ക് വരാനുള്ള ഒന്നാമത്തെ യോഗ്യത ലഭിച്ചത്. നമ്മളായിട്ട് ചില കാര്യങ്ങൾ നീക്കിക്കളയണം എന്നാ നമ്മുടെ ഇതിലുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നവരാ, നിങ്ങൾക്ക് അറിയാവുന്നവരാ. അത് ഇനിയും വല്ലതും നീക്കാനുണ്ടെങ്കിൽ നീക്കിക്കളയണമെന്നേ. അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ വന്നിരിക്കുന്ന എവിടെയാ? ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നമ്മളും ഒരു ജീവനുള്ള കല്ലുകൾ പോലെ പണിയപ്പെടേണ്ടതാ. പണിയപ്പെടണമെങ്കിൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ നീക്കി കളഞ്ഞിരിക്കണം എന്ന് ഒന്നാമത്തെ ചിന്ത പറഞ്ഞിട്ട്, രണ്ടാമത്തെ ചിന്ത പറയുന്നു, മായമില്ലാത്ത പാൽ കുടിക്കുവാൻ ഓരോ ദിവസവും വാഞ്ചിക്കണം. നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന എല്ലാ പാലുകളും മായമാണ്. ആകെ ഞാൻ ഇങ്ങനെ പറയും, ഒരു പാലേ ഉള്ളൂ മായമില്ലാത്ത. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മദർ ഫീഡ് ചെയ്യുന്ന അത് മാത്രമേ മായമില്ലാത്തുള്ളൂ. ബാക്കി എല്ലാം മായമാണ്. അപ്പോൾ മായമില്ലാത്ത പാല് കുടിക്കാൻ അപ്പോൾ ഒന്ന് നീക്കിക്കളയണം. പിന്നെ നിങ്ങൾ വാഞ്ചിക്കണം. താഴോട്ട് വായിക്കുന്നത്, നമ്മൾ ആരായിരുന്നു, ഇപ്പോൾ എവിടെ? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച സൽഗുണങ്ങളെ നമ്മൾ ഘോഷിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്.
പാടിയ ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവം സ്തോത്രം ചെയ്യുന്നു. അവർ രണ്ടു മൂന്നും പാട്ട് നന്നായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടമായി, നല്ല പാട്ടുകളാണ്. ആമേ, ഘോഷിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ദൈവം ചെയ്ത ഗുണങ്ങൾ നമ്മൾ അവസരം കിട്ടുമ്പോഴൊക്കെ, അത് സഭയിലായാലും ദേശത്തായാലും നമ്മുടെ ജോലി സ്ഥാനത്തായാലും നമ്മൾ എവിടെയാക്കുന്നു അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഘോഷിപ്പാൻ ഉത്തരവാദിത്തപ്പെട്ടവരാം. അടുത്തത് നമ്മൾ വായിക്കുന്നത്, നിങ്ങളെ ഇതിനകത്തുള്ള വാക്യം തന്നെ ഞാൻ ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമാകുന്ന നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന, വളരെ ശ്രദ്ധിക്കണേ, നമുക്ക് മൂന്ന് കമ്പാർട്ട്മെന്റ് ആണ് നമ്മൾ. ഒന്ന് ഫിസിക്കൽ ബോഡി ഇരിക്കുന്ന ഒരു കമ്പാർട്ട്മെന്റ്, പിന്നെ അടുത്തത് നമ്മുടെ ദേഹി അല്ലെങ്കിൽ പ്രാണൻ എന്നൊക്കെ പറഞ്ഞ രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ്, മൂന്നാമത്തെ ആത്മാവിന്റെ കമ്പാർട്ട്മെന്റ് ഒരകത്ത മനുഷ്യർക്ക് ഉണ്ട്. അപ്പോൾ ഈ ബോഡിയിൽ പോരാടുന്ന കുറെ പ്രതികൂലങ്ങളുണ്ട്. അതിന് ജഡമോഹം എന്നാ പത്രോസ് പറയുക. ജഡമോഹങ്ങൾ. ഈ ജഡമോഹം നമ്മളെ എന്ത് ചെയ്യും? പാപത്തിലേക്ക് കൊണ്ട് നയിച്ചെന്നിരിക്കും. ജഡം ആവശ്യമാണ്. ജഡമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ജഡത്തിന്റെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ആഹാരം കഴിക്കണ്ടേ, ജോലി എടുക്കണ്ടേ, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, ഇതെല്ലാം ചെയ്യണം. പക്ഷേ ഇവിടെ വായിക്കുന്നു, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമാകുന്ന നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. അപ്പൊ നമ്മുടെ ആത്മാവ് ഈ ജഡം നമ്മൾ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ എത്ര പേരെ മനസ്സിലാക്കുന്നു എനിക്കറിയത്തില്ല. ഒരിക്കൽ ഇത് പ്രസംഗിച്ചുകൊണ്ട് ഇതുപോലെ പാസ്റ്റർ ഒരിക്കൽ വന്ന് ഒരു സഹോദരൻ ചോദിച്ചു, പാസ്റ്റർ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇതൊന്ന് മനസ്സിലാക്കി തരാമോ എന്ന് ചോദിച്ചു. ഏതാ ഈ ജഡമോഹവും ആത്മാവിന്റെ ഇത് തമ്മിലുള്ള പോരാട്ടം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു വീട്ടിലൊരു പിതാവ് അല്ലെങ്കിൽ ഒരു സഹോദരൻ രണ്ട് പട്ടി വളർന്നുകൊണ്ട് ചിന്തിക്കുക. ഒരു പട്ടി കറുത്ത പട്ടി, ഒരു പട്ടി വെളുത്ത പട്ടി. അപ്പോൾ ഈ പ്രിയമുള്ളവൻ കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നതെങ്കിൽ ഈ പട്ടി ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വലുതാകും. വെളുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുക, അത് വലുതാകും. ഒരു പട്ടിക്ക് ആഹാരം കൊടുക്കില്ല, അതിങ്ങനെ സൂക്ഷിച്ചു വരും. ഈ പട്ടികൾ തമ്മിൽ അടിച്ചുപിടിക്കുക, ഇവർ തമ്മിൽ ഒരു ഫൈറ്റിംഗ് ചെയ്യുക. ആര് ജയിക്കുമെന്ന് ചോദിച്ചു. നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ആര് ജയിക്കും? ഏതിലാണോ ഭക്ഷണം കൊടുക്കുന്നത് അത് ജയിക്കും. നമ്മുടെ ജഡമാണ് വലുതാകുന്നെങ്കിൽ ഈ ജഡം വളരും, ആത്മാവിനെ ഒതുക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉള്ളിലെ മനുഷ്യൻ വളരാനൊന്നും സമ്മതിക്കുകയില്ല. ഇനി ആത്മാവിനാണ് നമ്മൾ താല്പര്യം കൊടുക്കുന്നതെങ്കിൽ ഈ ജഡം മനുഷ്യൻ, ഈ പൗലോസിന്റെ ഭാഷ നിങ്ങൾ കേട്ടോണം. പൗലോസ് പറയുന്നത്, ഞാന് എന്റെ ജഡത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുമെന്നാണ്. എന്നാൽ നല്ല അടി വെച്ച് കൊടുക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ജഡത്തെ ദണ്ഡിപ്പിച്ച് എന്താ കാര്യം? എന്താ? ഈ ജഡ മനുഷ്യൻ ഉയരാൻ അനുവദിക്കരുത്. ഇന്ന് ദൈവമോട് പറയുന്ന ഉപവാസ പ്രാർത്ഥനയാണല്ലോ. നമുക്കൊരു ജഡമുണ്ട്. നിങ്ങൾ എന്തിനാ പട്ടിണി ഇരിക്കുന്നത്, ഉപസിക്കുന്നത് എന്തിനാ? ഇന്നത്തെ കാലത്ത് ഉപവാസം പറഞ്ഞ ചിലർക്ക് ഇഷ്ടക്കേടാ. ഇന്ന് വല്ല തിന്നാൻ കുടിക്കാനുള്ള വെറുതെ പട്ടിണി ഇരിക്കുന്നത് ചോദിക്കും. ദൈവങ്ങളെ വല്ലപ്പോഴും ഉപസിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ബോഡിക്കുള്ള എങ്കിലും ഒന്ന് നന്നാകുമല്ലേ എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ കൊളസ്ട്രോളും പ്രഷറും ഷുഗറും എല്ലാം കൂടെ മാറിയിട്ട് നിങ്ങളുടെ ബോഡി ബിൽറ്റ് ആകും. അതിന് മാസം 2-3 ദിവസം ഉപസിക്കുന്നത് നല്ലതാണെന്ന എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇല്ലാത്ത എന്ത് ചെയ്യുക, ഇതൊന്നും കയറി വരത്തില്ല. കാരണം ഉപവാസം ഒരു നല്ല മെഡിസിനാണ്, നല്ല മെഡിസിനാണ്. ഏതാ? ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡോക്ടർമാർ തന്നെ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഫാസ്റ്റ് ചെയ്യണം കേട്ടോ. എന്തിനാ ഫാസ്റ്റ് ചെയ്യുന്നത്? എന്തിനാ? നമുക്ക് ഉള്ളിലെ കുറെ അടിഞ്ഞോടി കിടക്കുന്ന കുറെ ഉണ്ടെന്നേ. ഇതൊക്കെ ഉപവാസമൊക്കെ എടുക്കുമ്പോൾ തന്നെ ഇതൊക്കെ മെൽറ്റായി പോയിക്കോളും. പിന്നെ എന്ത് ചെയ്യുക, പീരിയോഡിക്കലൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ഏറ്റവും വലിയ ശത്രു, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, 3 ശത്രുവാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ ശത്രു ആരാ? ഞാൻ പലരോട് ചോദിക്കണം, ഒന്നാമത് അയ്യോ പിശാച് ഭയങ്കര ശത്രു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ വെറുതെ ഒന്നും പറയല്ലേ, പിശാച് അല്ല വലിയ ശത്രു. ചിലപ്പോൾ അയ്യോ ശത്രു ഞങ്ങളുടെ അയൽക്കാരാ, ലോകക്കാരാ, അവര് വലിയ ശത്രുക്കളൊന്നുമല്ല. ഞാൻ പറയും, നമ്മുടെ ഈ ശരീരവും ഭയങ്കര ശത്രു. നമ്മുടെ ജഡമേ പ്രാർത്ഥിക്കാൻ ഉള്ളിൽ ആത്മാവിന്റെ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കാൻ കഴിയാതെ പോവുക. കൂട്ടായ്മ പോകണ ആഗ്രഹമുണ്ട്, പക്ഷെ കൂട്ടായ്മ എന്ത് ചെയ്യുക? ജഡം സമ്മതിക്കുകയല്ല. ഇങ്ങനെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ട് തീരുന്നത് എന്തോന്നാ? നമ്മുടെ ജഡമാണ്. ഈ പിശാച ശത്രു എന്ന് പറഞ്ഞിരിക്കുന്ന ആരെ ബന്ധുക്കാരും മുഴുവൻ പിശാചിനെ പേടി. പക്ഷെ എനിക്ക് യാക്കോബസ്തലൻ പറഞ്ഞ വാക്യം ഇഷ്ടമാണ്. ദൈവത്തോട് അടുത്ത് ചെല്ലുപ്പിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ബാക്കിയുണ്ടോ? ഇനി അറിയാൻ വയ്യാത്തവർക്ക് വായിച്ചു നോക്കണേ. വാക്യം 4:7. പിശാചിനോട് എതിർത്തിപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്തിരിക്കണം. ആരും അടുത്ത് ചെല്ലണം, ദൈവത്തോട് അടുത്ത് വരുവീൻ.
പിശാചിനോട് എതിർത്ത് നിൽക്കണം. പിശാച് ഒന്നും ചെയ്യത്തില്ലെന്ന് പേടിക്കണ്ട. നമ്മിലൊരു ദൈവകൃപയുണ്ടെങ്കിൽ, നമ്മുടെ ദൈവമക്കളാണെങ്കിൽ, നമുക്കറിയാമല്ലോ ഈ സാഹചര്യം ഇവിടെ മിസ്രൈമിലൊക്കെ പാർക്കുന്ന സമയത്ത് ഈ രക്തമടയാളമുള്ള വീട്ടിലൊന്നും ആര് കയറിയില്ല, സമകാലമൊന്നും ചെന്നില്ല. വേറെ വലിയ വീടാണോ ചെറിയ വീടാണോ, അവിടെ ആളുണ്ടോ പണമുണ്ടോ ഒന്നും നോക്കിയില്ല. ഏക നോക്കിയ ഒന്നേ ഉള്ളൂ, അടയാളമുണ്ടോ എന്നാണ് നോക്കിയത്. ദൈവമോട് പറയട്ടെ, നിങ്ങളെ മുദ്രയിട്ടിരിക്കുകയല്ലേ. ബൈബിൾ എന്താ പറയുന്നത്? നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നവരാ. വല്ലപ്പോഴും തപ്പിയൊക്കെ നോക്കിക്കോണേ, മുദ്രയൊക്കെ മാഞ്ഞു പോയോന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉണ്ടോന്നൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാ. പരിശോധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് പോകാൻ ടൈമില്ലല്ലോ. വിശ്വാസം ഇരിക്കണമെന്ന് പരിശോധിക്കാൻ നോക്കണം. നമ്മൾ എങ്ങനെ, നമ്മുടെ ജീവിതം എങ്ങനെ പോകുന്നു പരിശോധിക്കുക, നല്ല കാര്യങ്ങളാ. നമ്മളെ മുദ്രയിട്ടിരിക്കുന്നെങ്കിൽ ഈ പിശാച് നമ്മൾ എടുക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് പിശാചിന്റെ ഏറ്റവും വലിയ പേടി ജീവിക്കുന്ന ദൈവമക്കളെയാ. അവരെങ്ങനെ തകർക്കാൻ ഒരുപാട് പദ്ധതി ഇട്ടെന്നിരിക്കും. നമ്മൾ ആരാണ്? പ്രവാസികളാണ്, പരദേശികളാണ്. നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ കിടപ്പുണ്ട്. നിങ്ങൾ ആ ജഡത്തെ ജയിക്കണം. ഈ ഉപവാസപ്രാർത്ഥന എന്തിനെന്ന് ചോദിച്ചാൽ ജഡത്തെ ഒതുക്കാനാ, നമ്മുടെ ആത്മീയ മനുഷ്യൻ എന്ത് ചെയ്യാൻ ഒന്നുകൂടെ ഉയർത്താനാ. ആ കാര്യം ഈ സഭ ഉള്ള ദൈവമക്കളെ നിങ്ങൾ ഓർക്കുക. പിന്നെ പൗലോസ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ജഡമോഹങ്ങളെ വിട്ടകളൊന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വായിക്കുന്നു, മാനുഷിക നിയമത്തെ കീഴടങ്ങാനായിട്ട് പറയുന്നുണ്ട്. താഴോട്ട് വായിക്കുന്ന ദൈവത്തെ ഭയപ്പെടാനായിട്ട് ഒരു വാക്യമുണ്ട്. പിന്നെ ദൈവത്തെ പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്തായാലും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താ ദൈവത്തെ പ്രസാദമുള്ള കാര്യം ചെയ്യേണ്ടത്? അവിടെ വായിക്കുന്നു, ഒരുത്തൻ ദൈവത്തെക്കുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടം സഹിക്കുന്നു എങ്കിൽ അത് ദൈവത്തിന് പ്രസാദമാണ്. നിങ്ങൾ ദൈവത്തെ അറിയാൻ ഇറങ്ങിയിട്ട് നിങ്ങളുടെ ജോലി സ്ഥാനത്ത് നിങ്ങൾക്കൊരു പ്രൊമോഷൻ തന്നില്ലെങ്കിൽ, നിങ്ങൾക്കൊരു നന്മ ലഭിക്കേണ്ടത് തടഞ്ഞു വെച്ചെങ്കിൽ, നിങ്ങളെ എന്ത് ചെയ്തു ഒരു ഡീപ്പ് പ്രൊമോട്ട് ചെയ്തെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ഭൗതികത്തെ ഒരു പരാജയം വന്നെങ്കിൽ, ദൈവമകളെ ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ക്ഷീണിച്ചു പോകേണ്ട. എൻ്റെ ജീവിതാനുഭവം അങ്ങനെ തന്നെയാണ്. ഞാനൊരു വിശ്വാസി വന്നു കുറച്ചാണ് ഒരു ഭയങ്കര ജോലി ചെയ്തതാണ്. എൻ്റെ കൂടെ ഉള്ളവർക്കെല്ലാം പ്രൊമോഷൻ കൊടുത്തു, നല്ല ലെവലിലേക്ക് കൊണ്ടുപോയി. എന്നെ മാത്രം പ്രൊമോട്ട് ചെയ്ത് എനിക്കുണ്ടായ ഭാരം ഭയങ്കരമാണ്. ശമ്പള വർധനമുണ്ട്, ഏതാണ്ട് ഇപ്പൊ കിട്ടുന്ന ഇരട്ടി കിട്ടും, പല കാര്യങ്ങൾക്കും മെച്ചമാണ്. പക്ഷെ എനിക്ക് തന്നില്ല. എന്നാൽ അവിടെ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്തു, എനിക്ക് ഗവൺമെന്റ് ജോലിയിലേക്ക് വരാനുള്ള സാധ്യതയും ഒരുക്കി. അവരൊക്കെ കുറെ കഴിയുമ്പോൾ ആ കമ്പനി അടച്ചു പൂട്ടി, അവർ ജോലി ഇല്ലാതായി മാറിയപ്പോൾ നീണ്ട 10-30 വർഷക്കാലം ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അതിന് നന്മ അനുഭവിക്കാൻ ഭാഗ്യം തന്ന് അന്ന് എനിക്ക് ഒരുപാട് മാനസിക പ്രയാസമായിരുന്നു. എൻ്റെ കൂടെ കയറിയുള്ള പ്രൊമോഷൻ കൊടുത്തു, ഉയർന്ന ശമ്പളം കൊടുത്തു, എന്നെ മാത്രം തഴഞ്ഞു. പക്ഷേ അത് എൻ്റെ ആ തിന്മ ദൈവം നന്മയാക്കി മാറ്റി എന്നുള്ള കാര്യം ഞാൻ ഇന്നും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, അന്യായമായി ഏതെങ്കിലും കഷ്ടം സഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇവിടെ വായിക്കുന്നു, അത് ദൈവത്തിന് പ്രസാദമാ. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നതിനേക്കാൾ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. എന്താ കാര്യം? നമ്മൾ ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ദൈവമക്കളാണ്. നിങ്ങൾ ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ വാസപ്രാ ദൈവത്തോട് പറയണ, കർത്താവേ, അങ്ങേ ഒന്ന് യഥാർത്ഥമായി രുചിച്ചറിയുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചു നോക്ക്. ദൈവം അവസരം തന്നിരിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ കണ്ട ഒരു അനുഭവം നിങ്ങളോട് വിളിച്ചു പറയുക. ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, കർത്താവേ, ഇത്ര വർഷമായി ഞാൻ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു മറുപടി ലഭിച്ചിട്ടില്ല. ഇന്ന വിഷയത്തിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചിന്തിച്ച ചില വിഷയങ്ങളുണ്ട്. എന്നാൽ ഒരു ദൈവാസമുള്ള രീതിയിൽ ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുക. നിങ്ങൾ അതിൽ നിരാശപ്പെടണ്ട. നിങ്ങൾ അതിൽ മടുത്തു പോകേണ്ട. നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണ ഒരു വിഷയം കർത്താവ് നമ്മളെ പഠിപ്പിച്ചല്ലോ. അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, രാപ്പകൽ തന്നോട് യാചിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം എത്ര വലിയ കാര്യങ്ങളെ ചെയ്യും. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആ പ്രാർത്ഥനയ്ക്ക് അല്പം ഡിലേ വന്നു എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. അതൊരു നന്മയ്ക്കാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് രാത്രി എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. സ്തോത്രം. കർത്താവ് ദയാലുവ,
കർത്താവ് മനസ്സലിവുള്ളവനാ. കർത്താവ് നമ്മുടെ കരുണ ചെയ്യുന്ന ദൈവമാ. ഇന്ന് വരെ നമ്മളെ സംരക്ഷിച്ച ദൈവമാ. ആ കർത്താവ് പറയുന്നു, നമ്മളെ എന്തിനാ കർത്താവ് ഇങ്ങനെ ദയാലുവായി നമ്മോട് കരുണ കാണിച്ചത്, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തേന്നും കൂടെ താഴെ ഉള്ള വാക്യത്തിൽ വായിക്കുന്നു. നിങ്ങളെ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ഒരാത്മീയ ഗ്രഹമായി പണിയപ്പെടാനാ നമ്മളൊരു പണി നടക്കണം. ഈ പണി നടക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ആ പണിക്ക് കല്ലുകൾ ഉപയോഗിക്കുന്ന ആ മെയ്സന്റെ കയ്യിൽ 2-3 ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഒന്ന് ഒരു ഹാമർ ആയിരിക്കും, അല്ലേ? അത് കാണും. പിന്നെ ഒരു മുഴക്കോലോ അല്ലെങ്കിൽ തൂക്കട്ടൊക്കെ കാണും. അതെന്തിനെന്ന് ചോദിച്ചാൽ, എന്തിനാ? അത് ചേരേണ്ടടുത്ത് ചേർന്ന് ഇരിക്കേണ്ടടുത്ത് ഇരുന്ന് അത് ക്രമമായിട്ട് മേലോട്ട് പൊക്കി പണിതാലേ ആ ബിൽഡിംഗ് നിലനിൽക്കത്തുള്ളൂ. ഇതുപോലെ ദൈവസഭയാകുന്ന കർത്താവിന്റെ ആലയത്തിന്റെ കല്ലുകളാ ദൈവമക്കൾ. ആ കാര്യം മറക്കാതിരിക്കുക. ഞാന് ആലയത്തിന്റെ ഒരു ചെറിയ കല്ല. ഇവിടെ എന്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളും ഇപ്പൊ നിങ്ങളെ ഈസി സഭയുടെ ഒരു കല്ലുകളാക്കി വെച്ചിരിക്കുക. എന്നെ ഷാരോൺ പ്രസ്ഥാനത്തിന്റെ ഒരു കല്ലാക്കി. ഞാൻ ഇതിൽ വരുമെന്ന് ചിന്തിച്ചതല്ല. ചർച്ചോട് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടതാ. പിന്നെ എന്ത് ചെയ്തു? ന്യൂജയിലേക്ക് അല്പകാലം പോയി. പിന്നെ ദൈവകൃപ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എവിടെയായിരുന്നാലും ആ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ആരാണ്? ആമേൻ. ദൈവം ആക്കി വെച്ച കല്ലുകളാ. മൂലക്കല്ല് കിടപ്പുണ്ട്, അടിസ്ഥാന കല്ലുകൾ കിടപ്പുണ്ട്. ആരാ മൂലക്കല്ല്? ജീസസ്. അടിസ്ഥാന കല്ലുകൾ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ. അതിന് മീതെ പണിയപ്പെട്ട ചെറിയ ചെറിയ കല്ലുകളാ നാമം. ഒരു പക്ഷേ നമ്മളെ പണിയപ്പെടുമ്പോൾ ചില കൊട്ടും മുട്ടും തൂക്കട്ട പ്രയോഗവും ആമറിന്റെ ചില മുട്ടും തട്ടും ഒക്കെ കിട്ടിയെന്നിരിക്കും. സാരമാക്കണ്ട. എന്തിനാന്നറിയാമോ? ഇത് പണിതെടുത്ത് ഈ ബിൽഡിങ്ങിനെ മേലോട്ട് കൊണ്ടുപോകണം. ഈ സഭയാക്കുന്ന ബിൽഡിങ്ങിനെ കർത്താവ് എന്ത് ചെയ്യണം? ഇവിടുന്ന് കൊണ്ടുപോകാൻ കർത്താവ് വേഗം വരാറായി. നിങ്ങൾക്ക് കർത്താവ് വരുന്നത് വളരെ സന്തോഷമുണ്ടോ? പ്രിയമുള്ളവർ, നിങ്ങൾക്ക് കർത്താവ് വരുന്ന കാര്യത്തിൽ സന്തോഷമുണ്ടോ എന്ന്? അതോ നിങ്ങളുടെ ചിന്ത ഇപ്പോഴേക്കും വരണ്ടെന്നാണ്? ഇവിടെ ഒരാൾ പറഞ്ഞ പോലെ, കർത്താവ് ഇപ്പോഴേക്കും വരല്ലേ? എന്നെ മക്കളെയും കടിച്ചിട്ടില്ല, അതിന്റെ കല്യാണം നടത്തില്ല, പിള്ളേർക്ക് ജോലിയായില്ല, നല്ല വീടും വെച്ച് താമസിച്ചില്ല, കർത്താവ് ഇപ്പോഴേക്കും കുറെ കഴിഞ്ഞ് വന്നാൽ മതി. ദൈവമക്കളെ, നമ്മുടെ ആഗ്രഹമൊന്നും അവസാനിക്കാൻ പോകുന്ന ആഗ്രഹമല്ല. നമുക്ക് ഇപ്പൊ മക്കളുമായി എന്റെ മക്കളുമായി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം അതിന്റെ മക്കളെ കല്യാണം കാണണമെന്നോ, അല്ലെ? ഇങ്ങനെയൊക്കെ ആഗ്രഹം ഇങ്ങോട്ട് കടന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറെ മറ്റു വിധത്തിലുള്ള ആഗ്രഹങ്ങൾ, അതൊന്നും സാധിക്കുന്ന നിയമമൊന്നുമില്ല. ഈ ദിവസങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വാനവിരയിൽ വരും. ഈ കല്ലാകുന്ന ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിനോട് ചേർന്ന് പണിയപ്പെട്ടിരിക്കുന്ന സഭയെ അത് പേരെന്തോ വിളിച്ചു, ഈശി എന്നോ കാൽവറി എന്നോ ഷാരോനെന്നോ ചർച്ചകോടെന്നോ എന്തെങ്കിലും വിളിക്കേ. അവിടെ എല്ലാ കല്ലുകളും നല്ല കല്ലുകളൊന്നുമല്ല. ചില കല്ലുകളൊക്കെ ഒതുങ്ങാത്ത കല്ലുകൾ ഏർപ്പെടും കേട്ടോ. ഈ നമ്മളെ ഈ യൂദാപ്പുസ്തകം പറഞ്ഞ ഈ സ്നേഹസദ്യകളിൽ മറിഞ്ഞു കിടക്കുന്ന കല്ല്, അത് കല്ല. പക്ഷെ എവിടെ കിടക്കുന്നത്? എവിടെയാ? സ്നേഹസദ്യകളിലാണ് മറിഞ്ഞു കിടക്കുന്നത്. എന്റെ ദൈവമേ, അങ്ങനെയുള്ള കല്ല് കാണാൻ വന്നാൽ നമ്മുടെ പല്ലിന്റെ കാര്യം പോക്കാം. എഴുതാണ് കഴിച്ചു പോയാൽ കടിക്കുന്നവൻ അവസാനിക്കത്തേ ഉള്ളൂ. അങ്ങനെ കുറെ കല്ലുകൾ കിടപ്പുണ്ട്. ആ കല്ലുകളല്ല ഞാൻ പറഞ്ഞത്, ജീവനുള്ള കല്ല്. ദൈവങ്ങളെ, ആരാണ്? ലിവിങ് സ്റ്റോൺ, പ്രീഷ്യസ് സ്റ്റോണാണ് നമ്മൾ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് രാത്രി ഒന്ന് പറയാൻ കഴിയും, കർത്താവേ ഞാനൊരു പ്രീഷ്യസാ, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല. ദൈവം എന്നെ എന്ത് ചെയ്തു? ഒരു ഗുണവും ഇല്ലാതിരുന്ന, മണവും ഇല്ലായിരുന്ന, ഒരു നന്മയില്ലായിരുന്ന എന്നെ തെരഞ്ഞെടുത്ത് ദൈവം കൊണ്ട് വന്നു. നമ്മുടെ അവസ്ഥയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടോ. എവിടെയാ കിടന്നത്? എവിടെയാ? അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായ നമ്മളെ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത നമുക്ക് വല്ല യോഗ്യത ഉണ്ടോ? നോ. ദൈവം എന്നെ ചെയ്തു, ചൂസ് ചെയ്ത് നമ്മളെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു, കൊണ്ടുവന്നു. എവിടെയാക്കി? ഒരു ദൈവസഭയുടെ കല്ലുകളാക്കി ദൈവം നമ്മെ മാറ്റി. ഇന്ന് രാത്രി ഞാൻ സന്തോഷത്തോടെ ദൈവങ്ങളെ ഓർത്ത് സ്തോത്രം കരയറ്റുകയാണ്. സമയം പോയോന്ന് എനിക്ക് അറിയത്തില്ല. എത്ര മണിക്കാണ് നിങ്ങൾ നിർത്തുന്നത്? 8 മണിക്കാണോ? ഇവിടെ ഞങ്ങൾക്ക് 3 മണി ആയതുള്ളൂ. എങ്കിലും ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം. നിങ്ങളെ ഇരുന്ന് ഞാൻ വിഷമിപ്പിക്കത്തില്ല. കൂടുതൽ കേട്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കേൾക്കുന്ന എന്തെങ്കിലും കാര്യം ഒന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതേ പ്രയോജനമുണ്ട്. അല്പമേ വേണ്ടു, ഒന്നു മതി എന്ന് പറയുന്നത് പോലെ കൂടുതൽ കേട്ട് ഒരു കാര്യമില്ല. കേൾക്കുന്നതിൽ എന്തെങ്കിലും അതിലൊരു ചിന്തയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കിടക്കട്ടെ. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ദയാലുവാണെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊന്ന് പറയാൻ നിങ്ങൾ കഴിയുന്നെങ്കിൽ, ഇനി അഥവാ അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇന്ന് ഞാൻ കേട്ടു പത്രോസിൽ കൂടെ ബന്ധോസിലും ഗലാത്യയിലും ഇതിലൊക്കെ കിടക്കുന്ന വിശ്വാസിയോട് പറഞ്ഞ അതേ വാചകം ദൈവദാസന് ഈശോ അവരോട് ദൈവമക്കളോട് പറഞ്ഞു, കർത്താവ് ദയാലുവാണെന്ന്.
സ്വതം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് മുൻപോട്ടൊന്ന് പോകാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ താഴെ വായിക്കുന്നത് നമ്മളെ പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുക. നമ്മുടെ പണി പൂർത്തിയായിട്ടില്ല കേട്ടോ. സഭയുടെ പണി പൂർത്തിയായിട്ടില്ല. ഈ ദിവസങ്ങളിൽ അവിടെ ഇവിടെയായി കല്ലുകളെയൊക്കെ ചേർത്ത് പണിഞ്ഞ് യൂണിവേഴ്സൽ ചർച്ച്, നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞാൽ ലോക്കൽ ചർച്ചുകളാണ് ഇതൊക്കെ, ഏതെങ്കിലുമൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്നു. എന്നാൽ ഒരു യൂണിവേഴ്സൽ ചർച്ച് കിടപ്പുണ്ട്. ആ ചർച്ചിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ എവിടെ എവിടെയായി കണ്ട് ഒരുപാട് പേരുണ്ടെന്നേ. ഞാൻ പലപ്പോഴും ഒരു ഭാവനയെ കണ്ടിട്ടുണ്ട്. നമ്മൾ നിത്യ ചെല്ലുമ്പോൾ സ്തോത്രം മലയാളികളും കാണും, തമിഴന്മാരും കാണും, ഹിന്ദിക്കാരും കാണും, പിന്നെ ആഫ്രിക്കക്കാരന് കാണും, മൂക്ക് പതുങ്ങിയ പിന്നെ ബർമാക്കാരനും ചൈനക്കാരനും നേപ്പാളിയും നല്ല വെളിവളായിരിക്കുന്ന സായിപ്പന്മാരും പിന്നെ ആസ്ട്രേലിയയിലുള്ളവരും ഇവരെല്ലാം കൂടെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഭാവന കണ്ടു നോക്കി. നമ്മൾ ഈ തവിട്ട് നിറമുള്ള നമ്മൾ അല്ലെ, നമ്മൾ വെളുത്തവരുമല്ല, വലിയ കറുത്തവരും ഒന്നുമല്ല, നല്ല കളറാ. എന്റെ ഭാവനെ പറഞ്ഞ കേരളക്കാർ നല്ല കളറുള്ളവരാ. നമ്മൾ അവിടെ കാണും. ഇവരെല്ലാം കൂടെ ഒന്ന് ആരാധന നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ? എവിടെയാ ആ കർത്താവിനെ പൊന്മുഖം കണ്ട് ആരാധിക്കുന്ന ദിവസം അന്ന് നമ്മൾ പറയുന്ന കർത്താവേ, ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിനെ ആസ്വദിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. എന്നെ ഒന്ന് പണിതല്ലോ, എന്നെ ഇവിടെ കൊണ്ടുവന്നല്ലോ, ആ മൂലക്കല്ലോട് എന്നെ ഒന്ന് ചേർത്തല്ലോ. എന്നിട്ട് താഴോട്ട് വായിക്കുന്ന പറഞ്ഞങ്ങ് വിട്ടേക്കാം. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരാത്മീയ ഗ്രഹമായി എന്നതുപോലെ അത്ഭുതകരമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുക. ദൈവമക്കളെ, നമ്മെ ഓരോ ദിവസം പണിതെടുക്കട്ടെ. ഓരോ വർഷം കഴിയുന്തോറും, ഓരോ മാസം കഴിയും, ഓരോ ഉപവാസ പ്രാർത്ഥന, ഓരോ സെക്ഷൻ കഴിയുന്തോറും ഒരു പണി നമ്മൾ നടത്താനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമ്മൾ സമർപ്പിക്കണം. കർത്താവെ, നമ്മുടെ ജീവിതം ഒരു അല്പകാലം ഒരു ജീവിതമോ ഒരു വെള്ളത്തിന് കുമ്പളയ്ക്ക് സമമാ. അല്പകാലം നമ്മൾ ജീവിക്കുന്നുള്ളൂ. ഈ ജീവിതം കർത്താവിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. എന്റെ ജീവിതം ഒന്നുകൂടെ കർത്താവിനെ ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകണമേ. എന്നൊന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ടൈം എടുക്കാൻ കഴിയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സഭയെ വളർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്വതം വരും ദിവസങ്ങൾ നിങ്ങൾ ആ ദേശത്ത് പ്രയോജനമുള്ള കല്ലുകളായി നിന്ന് നിങ്ങൾ മുഖേന അനേക കല്ലുകളെ കൂട്ടിച്ചേർത്ത് ഈ ആത്മീയഗ്രഹം ഒന്ന് പണിയപ്പെടുവാൻ ദൈവം നിങ്ങൾ സമർപ്പിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടെ സ്റ്റോപ്പിടുക. ദൈവം അനുവദിച്ച 31-ാം തീയതി പകലും ഉണ്ടല്ലോ, അന്നും നമുക്ക് ഒരുമിച്ച് കൂടുവാനുള്ള അവസരം ദൈവം നൽകും. അവസരം ദൈവമക്കൾക്ക്, ദൈവദാസനെ നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് അന്യോന്യം ഓർക്കാം. ഞാൻ നിങ്ങളെ ഓർത്ത സ്തോത്രം ചെയ്യുന്നു. ആൾമോസ്റ്റ് നിങ്ങളെല്ലാവരെയും എനിക്ക് പേരുകൊണ്ട് അറിയാം. സ്തോത്രം. ചില മാത്രമേ പുതുതായിട്ട് വന്നവരെ മാത്രമേ അറിയാതുള്ളൂ. ഓർക്കുമ്പോഴൊക്കെ നിങ്ങളെ ഓർത്ത്, സഭയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ദൈവത്തെ ആസ്വദിക്കുക. ടേസ്റ്റ് ഗോഡ് ഈസ് ഗുഡ്. നിങ്ങൾ ബിൽറ്റി ആകുക, പണിയപ്പെടുക, പ്രയോജനമുള്ളവരായിത്തീരുക. ദൈവാത്മാവ് സഹായിക്കട്ടെ എന്ന പ്രബോധനത്തോടു കൂടെ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും നന്ദി അർപ്പിക്കുന്നു. ആമേൻ.